സോ ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോസാണ് ഗൈസ്. സോ ഇറ്റ്സ് മീ യു ഫോർഗോട്ടൻ എക്സ്പ്ലെയിനർ മിസ്റ്റർ എക്സ്പ്ലെയിനർ ബീസ്റ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ട് കുറേ തവണ തുടങ്ങിയിട്ടേക്ക് ഇടയ്ക്ക് നിർത്തേണ്ടതാണ്. കാരണം ഭയങ്കരമായിട്ട് കോപ്പിറൈറ്റ് തന്നുകൊണ്ട് വരുന്നൊരു സെക്ഷനായിരുന്നു ഈ റൊമാൻസ് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ വീണ്ടും പക്ഷേ ഞാൻ കൊണ്ടുവന്നൊരു ആനിമെ അതായിരുന്നു പീക്ക്. അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് അതേപോലത്തെ ഒരു ആനിമെ ഇപ്പോൾ തിരിച്ച് വീണ്ടും കൊണ്ടുവരികയാണ് ഗൈസ്. ആൻഡ് ഈ ആനിമയുടെ പേരാണ് ഐ ഗോട്ട് ഫ്രണ്ട്സ് വിത്ത് ദ സെക്കൻഡ് പ്രിറ്റിയസ്റ്റ് ഗേൾ ഇൻ മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, നിങ്ങൾ വിശ്വസിച്ചോ? ഇറ്റ്സ് പീക്ക്. ഇറ്റ്സ് ആബ്സലൂട്ട് ഫക്കിംഗ് പീക്ക്. ലൈക്ക് ഇത് നിങ്ങൾ കുറേ പേര് വന്ന് പറയുമോ ബ്രോ ഇത് പീക്കൊക്കെയാണ്, സമ്മതിച്ചു, വേറെ കുറേ ആനിമയുണ്ട് അതും പീക്കൊക്കെയാണെന്ന് പറയും, ലൈക്ക് റൊമാൻസ് ആനിമയുടെ കൂട്ടത്തിൽ. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇത് പീക്കാണ്, വിശ്വസിക്കുക. കാരണം ഓരോ മൺഡേ ഇതിൻ്റെ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ ഞാനിരുന്ന് കാണുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നെ, എനിക്ക് എൻ്റെ റിയാക്ഷൻ കണ്ടവയ്ക്ക് ഇതേതോ സീരിയസ് ആയിട്ടുള്ള ആനിമയെ കാണുകയാണ്. പക്ഷേ കാണുന്ന റൊമാൻസ് ആനിമയാണ്. അത്ര ഫണ്ണാണ് ഈ സാധനം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചർ ഇൻ മൈ ഹാർട്ടും പിന്നെ ബ്ലൂ ബോക്സിന് ശേഷം പീക്കെന്ന് വിളിക്കുന്ന ഒരു ആനിമ ഇതാ. എന്ന് വെച്ചാൽ റൊമാൻസ് ആനിമയുടെ കൊടുത്ത ഒരു ആനിമ ഇതാ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് പഴയ പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് വന്ന് ലൈക്ക് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്മയോടെ ഞാൻ അപേക്ഷിച്ചുള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ആനിമ എന്ന് പറയുന്ന ഒരു ലവ് ട്രയാങ്കിൾ ആനിമയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വൺ ലൈൻ എന്ന് പറയുന്ന ക്ലാസ്സിലെ ഫസ്റ്റ് പ്രിറ്റിയസ്റ്റും സെക്കൻഡ് പ്രിറ്റിയസ്റ്റും ഗേള് ഒരു ക്ലാസ്സിലെ ഏറ്റവും വീടായിട്ടുള്ള ചെറുക്കനോട് പ്രണയത്തിൽ വീഴുന്നു, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ലവ് ട്രയാങ്കിൾ അല്ല, ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ളതെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ചാപ്റ്റർ 200 ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല ലവ് ട്രയാങ്കിളാണെന്ന്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഗൈസ്, എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ക്യാരക്ടർ മിഹാര ആയിരിക്കും. അവൻ പറയും ഐസ് ഈ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ട്. ഒരു തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ചിരി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സ്വന്തമായിട്ടും ചിരിച്ച് കളിച്ച് നടക്കുന്നവർ. അവരായിരിക്കും ആ ക്ലാസ്സിനെ പെട്ടെന്ന് ലൈറ്റപ്പ് ചെയ്ത് സന്തോഷം കൊണ്ട് നിറപ്പിക്കുന്നത്. മറ്റ് ചിലവരുണ്ട്, അവർ ആ ക്ലാസ്സിൽ അത് അറ്റൻഷൻ ഒന്നും പിടിച്ചു പറ്റാതെ എപ്പോഴും ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെന്ന് പറയും. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ചെറുക്കൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 3 പെൺപിള്ളേരിങ്ങനെ നടന്നു പോകുന്നത്. അതിൽ ഒരു പെങ്കുച്ച് പെട്ടെന്ന് ഇവൻ്റെ ഫോണിലൊരു മെസ്സേജ് അയക്കും. ആ പെങ്കുച്ച് ശരിക്കും പറയാൻ ഇവൻ്റെ ബെസ്റ്റിയാണ്. അവൾ ഗുഡ് മോർണിംഗ് എന്നായിരിക്കും പറഞ്ഞത്. അത് നോക്കി നമ്മുടെ ചെറുക്കനും ഒന്ന് നോക്കും, അവളും ചിരിച്ച് കാണിക്കും. ശരിക്കും പറയാം ഇവരിവിടുത്തെ ബെസ്റ്റിയാന്നുള്ള കാര്യം ഇവർക്ക് 2 പേർക്കല്ല വേറെ ആർക്കും അറിയത്തില്ല, സീക്രട്ടാണ്. അങ്ങനെ അതിന് ശേഷം പാസ്റ്റിലേക്ക് പോകും. ഈ പാസ്റ്റ് നമ്മുടെ ചെറുക്കൻ പറയും ഓ വീണ്ടും പുതിയൊരു വർഷം, പുതിയൊരു ക്ലാസ്, പുതിയ ആൾക്കാർ. എനിക്കെന്തായാലും ഫ്രണ്ട്സും ഉണ്ടാകാൻ പോകുന്നില്ല, ആരും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഏത് ഗെയിം കളിക്കും എന്ന് പറഞ്ഞ് അവനങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും അവൻ്റെ ഹോം റൺ ടീച്ചറായിട്ടുള്ള മാക്കി വരുന്നത്. മാക്കിയാത്തവർ വേണ്ടി പറയും ഓ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഞാനാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ, ഹോം ടീച്ചർ. ആൻഡ് എൻ്റെ പേര് മാക്കി എന്നായിരിക്കും. സോ ഞാൻ ഇത്ര നേരം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, ഇനി നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു പേപ്പറിൽ എഴുതി എല്ലാവരും എനിക്ക് തരാൻ പറയും. അങ്ങനെ നമ്മുടെ ചെറുക്കനും ഒക്കെ എഴുതി എല്ലാം കൊടുക്കും. അങ്ങനെ അതിന് വേണ്ടി നമ്മുടെ ടീച്ചർ ഉപയോഗിക്കും ഓക്കെ ഞാൻ ഇന്ന് 1-2 പേരെ സെലക്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അങ്ങനെ ആദ്യം എടുക്കുന്ന പേര് തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ മിഹാര ആയിരിക്കും. മിഹാര എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ഹോബി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. ഓ മൈ ഗോഡ്, ഹീസ് എ ഗെയിമർ. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ ടീച്ചർ ചെറിയ വെയർഡായിട്ട് കാണേണ്ടി വയ്ക്കും. ഓ നീ ഇവിടുത്തെ അല്ലല്ലേ എന്ന് പറയും. അപ്പം അവൻ പറയല്ല ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വന്നതാണ്, എൻ്റെ പപ്പയുടെ ജോലിയാണ്, ഞാൻ ഇങ്ങനെ ഓരോ വർഷം ഓരോ ഇടത്താണ് ഞാൻ പഠിക്കുന്നതെന്ന് പറയും. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കും, പറയും ഇല്ല എനിക്കിതുവരെ അങ്ങനെ ഫ്രണ്ട്സും അങ്ങനെ ആരുമില്ല, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറയും. പിന്നെ ആ വീക്കെൻഡിലൊക്കെ എന്താ ചെയ്യുന്നത് നമ്മുടെ ടീച്ചർ ചോദിക്കാൻ പറയും പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ വലിയ ടി വിക്കകത്തിരുന്ന് കുറേ സീരീസ് സിനിമാസ് എല്ലാം കാണുമെന്ന് പറയും. ടീച്ചർ ചോദിക്കും നീ എന്ത് തരം സിനിമാസാണ് കാണുന്നത്, നമുക്കതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ലതും ആണോ? അത് പിന്നെ ഷാർക്ക്, ക്രോക്കോഡൈൽ അങ്ങനത്തെ കുറേ ബേസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഇത് നമ്മുടെ നേരത്തെ കണ്ട ആ പെങ്കൊച്ചൊന്ന് ശ്രദ്ധിക്കും. അങ്ങനെ നമ്മുടെ ടീച്ചർ ഇവനെ കേട്ട് തൃപ്തിയായിട്ട് ഓക്കെ മോനെ എൻ്റെ കുഞ്ഞിരുന്നോ എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ടീച്ചർ വേറൊരു പേര് തിരഞ്ഞെടുക്കും, അതായിരിക്കും അനാമി. ഈ അനാമി എന്ന് പറയുന്ന ഈ പെങ്കൊച്ചി പെട്ടെന്ന് ചാടി എണ്ണിച്ച് ഭയങ്കര എക്സ്ട്രോവേർട്ട് ടൈപ്പാണ് കേട്ടോ. അങ്ങനെ അവൾ എന്ത് ചെയ്യും, ചാടി എണ്ണിച്ച് അതെ ഞാൻ അനാമിയാണ്, എനിക്ക് നിങ്ങളോടല്ല ഇനി പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, ഞാൻ ഈ വർഷം ഭയങ്കരമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ക്ലാസ്സിൻ്റെ അറ്റൻഷൻ എല്ലാം പിടിച്ചു വെക്കുന്നു, എല്ലാവരും ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ടീച്ചർ പറയും ഓ നിൻ്റെ ഹെയർ കാണാൻ ഭയങ്കര രസമുണ്ടല്ലോ എന്ന് പറയും. അതിനവൾ പറയും അതെ എൻ്റെ അമ്മച്ചിയുടെ
ഹെയർ ഇങ്ങനെ ആകുമ്പോൾ അമ്മച്ചിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. എന്നുവെച്ചാൽ മനസ്സിലായല്ലോ, ഈ ഒരു ചെറിയ ഇതിനകത്ത് വരെ അവളുടെ അമ്മച്ചി വരെ അവൾ ഇതിനകത്ത് പിടിച്ചിട്ടു. അങ്ങനെ അതിന് ശേഷം അവരുടെ ടീച്ചർ ചോദിക്കും, നീ ഇതിനു മുന്നേ ഒരു ഗേൾസ് സ്കൂളല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ, പെട്ടെന്ന് ഇന്നോട്ടേക്ക് വരാനുള്ള കാരണം എന്താ? അവിടെ നിനക്ക് ഹൈസ്കൂൾ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതിന് നമ്മുടെ അനാമി പറയും, അത് പിന്നെ അവിടെ ഗേൾസ് മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ ബോയ്സും കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഒരു ഡിഫറൻസ് വേണമായിരുന്നു. അയ്യോ നിങ്ങൾ വേണ്ടാത്ത രീതിയൊന്നും എടുക്കല്ലേ, ജസ്റ്റ് എനിക്കൊരു ചേഞ്ച് വേണമായിരുന്നു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഊമിയും ഇവിടെ തന്നെയാണ് പഠിക്കാൻ വന്നത്. പിന്നെ ഊമിയില്ല എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് ഊമിയാണ് വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഇന്നോട്ടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചേ, അല്ലേ ഊമി എന്ന് പറഞ്ഞിട്ട് അവളെ പോയി കെട്ടിപ്പിടിക്കും. നീ എന്തിനാ അതിനകത്ത് എന്നെ പിടിച്ചിടുന്നേ, നിന്നോടല്ലേ ചോദിച്ചേ, നിനക്കങ്ങ് പറഞ്ഞാൽ പോരെ, മാറി നിൽക്കടി എന്ന് പറഞ്ഞ് നമ്മുടെ ഊമി എന്ത് ചെയ്യും, അവളെ ചെറുതായിട്ടൊക്കെ കണ്ട് തള്ളാൻ തുടങ്ങും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അനമിസ പറയും, ശരി ടീച്ചർ ഇനി ഊമിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയാവോ എന്ന് പറഞ്ഞ് ചോദിക്കും. അതിന് ടീച്ചർ പറയും, അതെ അതിനെന്താ, അടുത്ത് ഇനി ഊമി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഊമി എണ്ണിച്ച് പറയും, ചെറുപ്പത്തൊട്ട് ഞാൻ ഇവളെ സഹിച്ചുകൊണ്ടിരിക്കുക, ഇനി നിങ്ങളുടെ ജോലി ഇവളെ സഹിക്കുക എന്നുള്ളത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇവളെ ഇനി നോക്കാൻ എന്ന് പറയും. അതിന് നമ്മുടെ പെങ്കുച്ച് പറയും, എടാ നീ എന്താ എന്നെ ഒരു പട്ടിയെപ്പോലെ കാണുന്നേ, എന്നെ ഒരു മാസ്റ്റർ വിട്ടിട്ട് പോയ പോലെ, ഇച്ചിരിയൊക്കെ റെസ്പെക്റ്റ് താടി എനിക്ക് എന്ന് പറഞ്ഞ് സംസാരിക്കും. അങ്ങനെ അവിടെ ക്ലാസ്സിലെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. ഈ രണ്ട് പെമ്പിള്ളേരെന്ത് ക്യൂട്ടാണേ, എൻ്റെ പൊന്നാളിയെ അവളെ കണ്ടു ഒന്ന് സെറ്റല്ലേ, എനിക്ക് അവളെ തന്നെ വേണം, ഞാൻ അവളെ ഇതായിട്ട് സെറ്റാക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മിഹാര കേട്ടോണ്ടിരിക്കും. മിഹാര പറയും, ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇവളെ ആരും നോക്കി പോലുമില്ല, രണ്ട് പെൺപിള്ളേർ ചെയ്തപ്പോൾ എല്ലാവരെയും ആട്ടം കണ്ടില്ലേ, ഞാൻ വിചാരിച്ച് ഈ വർഷമെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നടക്കുമെന്ന്, എനിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടുമെന്ന്. പക്ഷേ എന്താ, എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ഒരു വ്യത്യാസവും ഇല്ല, ഞാനെപ്പോഴും ഒറ്റയ്ക്ക് തന്നെ. അങ്ങനെ അതിന് ശേഷം അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യും, അവിടെ പുറത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കുമായിരിക്കും. എന്നിട്ട് അവൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. എന്താ എനിക്ക് മാത്രമേ ഇങ്ങനെ, ഞാനെന്താ എപ്പോഴും ഒറ്റയ്ക്ക്, എനിക്കറിയില്ല, എനിക്ക് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നേ വരെ അത് എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഗെയിമും കളിച്ച് എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സിനിമയും കണ്ടുകൊണ്ടിരിക്കുക. എന്താ എൻ്റെ ജീവിതത്തിൽ ഇച്ചിരി ഫണ്ണൊക്കെ വേണ്ടേ? പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നു അത്ര ബോറായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ചാലും മുന്നേ വരെ എല്ലാവരോടും കൂട്ടുകായിട്ട് നടന്ന് ഗ്രൂപ്പ്, ഡിസ്കോഡി ഗ്രൂപ്പ്, ഇൻസ്റ്റാ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം എൻജോയ് ചെയ്ത് കൂട്ടുകാരെ സെറ്റെന്ന് പറഞ്ഞ് നടന്നതാണ്. ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പിടിച്ച് ബ്ലോക്ക് അടിച്ച് എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ലീവ് അടിച്ച് കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ആയിരിക്കുക. പക്ഷേ അത്ര പന്നല്ല കേട്ടോ, എനിക്ക് നല്ലോണം എന്നെ തന്നെ എനിക്ക് ബിൽഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ നല്ലതല്ല, അത്ര മോശമല്ല. ഇത് തന്നെ നമ്മുടെ ചെറുക്കനും ആലോചിക്കുന്നുണ്ട്. അതെ, ഈ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല. അങ്ങനെ അതിന് ശേഷം സ്കൂളൊക്കെ വിട്ടാൽ തിരിച്ച് വീട്ടിൽ പോകും. പക്ഷേ എന്നാലും നമ്മുടെ ചെറുക്കൻ പറയും, കൂട്ടുകാരോടൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പോകാനും തിരിച്ചു വരാനും ഒക്കെ ഭയങ്കര ഫണ്ണാണ്. എന്തേലും വേട്ടെ, ഞാൻ വീട്ടിൽ പോയി ഏത് ഗെയിം കളിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ അരാമിസ എന്ത് ചെയ്യും, നമ്മുടെ ഊമി അടുത്തിങ്ങനെ ഒട്ടിപ്പറ്റിയിരിക്കും. എന്നിട്ട് പറയും, മിഷ എന്നെ ഇന്ന് കുറേ പ്രൈസ് ചെയ്യാവോ, ഞാൻ ഇന്ന് ഇത്രയും ക്ലാസ്സിൽ ഉറങ്ങാതിരുന്ന് എല്ലാം കേട്ടു. എന്നാടാ ഇത് പൊന്നെ. എന്നിട്ട് ഊമി പറയും, എന്താണ് നിൻ്റെ പ്രശ്നം, നീ എന്തിനാ നിൻ്റെ മോന്തയിട്ട് എൻ്റെ ഡ്രസ്സ് ഇട്ട് വരയ്ക്കുന്നേ, ഇടി മാറി നിൽക്കടി എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ അരാമിസ പറയും, എന്താടി ഞാൻ കുറച്ചുകൂടി നിൻ്റെ അടുത്തൊന്ന് ഇരുന്നോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ അതിന് ശേഷം ഊമി പറയും, ഞാനിന്നൊരു സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുക, നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കും. അതിന് നമ്മുടെ അരാമി പറയും, എന്ത് ടൈപ്പ് സിനിമ? ഊമി പറയും, അത് ഇച്ചിരി ഡിഫറെൻറ്റ് ടൈപ്പ് സിനിമയാണ്, നിനക്കറിയാമല്ലോ അങ്ങനത്തെ. അതിനരാമി പറയും, മറ്റേ മനസ്സിലായി, മറ്റേ ഷാർക്ക്, സോംബി, അപ്പോളോ കിപ്സ്, വേണ്ട കുഴപ്പമില്ല, നീ കണ്ടോ, എനിക്ക് തിരക്കൊണ്ടടി, ഓക്കെ. അതിന് ഊമി ശരി വാട്ട് എവർ, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഇത് നമ്മുടെ മീഹാരം കേൾക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ മീഹാരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവും. അങ്ങനെ അവനാലേക്കും, ശരി എന്നീ ഗെയിം സ്റ്റോറിലൊന്ന് കയറാം. അവൻ അങ്ങനെ എല്ലാ ആഴ്ചയും ഗെയിം സ്റ്റോറിലൊന്ന് കയറുന്നത് കേട്ടോ. ഗെയിം സ്റ്റോറിൽ കയറി എല്ലാ ആഴ്ചയും പുതിയ ഗെയിംസ് മേടിക്കും. അതെങ്ങനെയാണെന്ന് ചോദിക്കില്ല, അവൻ മേടിക്കും. ഇവിടുത്തെ പോലൊന്നുമല്ല, അവിടെ എല്ലാം വിലക്കുറവ്. ഇവിടെ 5000 രൂപ ഒരു ഗെയിമിന്, അല്ലെങ്കിൽ 4000 രൂപ, 3000 രൂപ, 1500 രൂപ, 1200 രൂപ ഒരു ഗെയിമിന് വേണം, മസ്റ്റാ. അവിടെ എനിക്കറിയില്ല, അവിടെ അവൻ എല്ലാ ആഴ്ചയും മേടിക്കും, അത്ര എനിക്കറിയാം. അങ്ങനെ അവൻ്റെ അവിടെ ഗെയിംസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവൻ്റെ അടുത്തൊരു കൈ വന്ന് ടച്ച് ചെയ്യുന്നത്. നമ്മുടെ മിഹാര പെട്ടെന്ന് സോറി പറയും, ഞാൻ ആ ഗെയിം സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഫോക്കസ്ഡ് ആയിപ്പോയി, സോറി, അറിയാതെ ആ കയ്യിലേക്ക് മുട്ടിയതാ എന്നൊക്കെ പെട്ടെന്ന് പറയാവേ. അപ്പം നമ്മുടെ ഉമ്മ ചോദിക്കും, നീ എന്നെ ഇതുവരെ നോട്ടീസ് ചെയ്തില്ലേ, എടാ ഞാൻ നിൻ്റെ അടുത്ത് ഇത്രയും നേരം നിന്നിട്ട് നീ എന്നെ ഇതുവരെ കണ്ടില്ല എന്ന് ചോദിക്കും. അത് ഭയങ്കര റൂഡാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിട്ടും നമ്മളിവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് സംസാരിക്കുന്നു അല്ലേ,
അതിന് നമ്മുടെ മിഹാര ചോദിക്കും, നീ അതിനെന്നൊരു സിനിമ കാണാൻ പോകുന്നല്ലേ പറഞ്ഞേ, നീ എന്താ ഇന്ന് ഇവിടെ? അതിന് നമ്മുടെ ഊമി പറയും, അത് പിന്നെ നീ ഞങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അതിനോട് വേറെ പറയും, അങ്ങനൊന്നും അല്ല, അത് ഞാൻ പെട്ടെന്ന് അറിയാതെ സോറി എന്ന് പറയും. അതിന് നമ്മുടെ ഉമ്മ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതല്ലേ, ഞാൻ അത്രയും ഉറക്കെ പറഞ്ഞപ്പം എല്ലാവരും കേൾക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞു. അപ്പം ഇത് സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, നമ്മുടെ മിഹാരയ്ക്കും ഊമിക്കും സെയിം ഇൻട്രസ്റ്റ് തന്നെയാണ്, ഇല്ലെങ്കിൽ എന്താ സെയിം ബ്രെയിൻ സെൽസ് തന്നെയാണ് രണ്ടുപേർക്കും. ശരിക്കും പറഞ്ഞാൽ മിഹാരയുടെ ഫീമെയിൽ വേർഷനാണ് നമ്മുടെ ഊമിക്ക്. ആൻഡ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു ഫസ്റ്റ് ഡേയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിഹാര എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഊമിയും പറയാൻ വന്നത്. പക്ഷേ അവളുടെ ഫ്രണ്ടിൽ, ലൈക്ക് അവളുടെ കൂട്ടുകാരുടെ ഫ്രണ്ടിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അവളൊരു സംഭവമാണ് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു സ്വഭാവം കളയാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ ഒരു ഫേക്ക് ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തു. ശരിക്കും മിഹാരയും ഊമിക്ക് സെയിം ഇൻട്രൊഡക്ഷൻ തന്നെ പറയാനുള്ളത്, കാരണം രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഒന്ന് തന്നെ. ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മുടെ ഊമി എന്ത് ചെയ്യും, കുറേ ദിവസമായിട്ട് ഇവനെ തന്നെ ഫോളോ ചെയ്ത് ഇന്ന് ഇവൾ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു ക്യാൻഡി ട്രാപ്പ്, ഹണി ട്രാപ്പ് എന്ന് പറയാൻ പറ്റുന്നത്, ക്യാൻഡി ട്രാപ്പ് ഇട്ട് ഇവനെ പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവനെ സ്റ്റോക്ക് ചെയ്തതും ഇവനെ ഫോളോ ചെയ്തതും ഇതെല്ലാം ചെയ്തത് ഇവൾ തന്നെയാണ്, ഇവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി. ആൻഡ് ഇത് എന്തുകൊണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് സ്പോയിലറാണ്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. അങ്ങനെ നമ്മുടെ ഊമി എന്ത് ചെയ്യും, നമ്മുടെ ചെറുക്കനോട് ചോദിക്കും, ശരി ഞാനിവിടെ വന്ന് കുറേ ഡൗട്ടായിട്ട് ചോദിക്കുക, നീ എനിക്ക് കളിക്കാൻ വേണ്ടി ഒരു ഗെയിം സെലക്ട് ചെയ്ത് തരാമെന്ന് ചോദിക്കും. ആൻഡ് നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യും, അവന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഷാർക്കിൻ്റെ ഗെയിമുണ്ട്, ഷാർക്ക് മനുഷ്യനെ തിന്നുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു ഗെയിം അവൾക്ക് വേണ്ടി എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഇൻട്രസ്റ്റ് ഷാർക്കുകളോടും അങ്ങനത്തെ സാധനങ്ങളോടുമാണ്. ഇവളുടെ പ്രൊഫൈൽ പിക്ചർ അന്ന് തൊട്ട് ഷാർക്കും ആവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീരീസിനെ പീക്കാക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഊമി ഈസ് സോ ക്യൂട്ട്, ഓ മൈ ഗോഡ്. ഓക്കെ, നമുക്ക് സബ്ജക്റ്റ് തിരിച്ചു വരാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നത് നമ്മുടെ തുടക്കത്തിലെ ആ സീനായിരിക്കും. അങ്ങനെ നമ്മുടെ മിഹാര വീണ്ടും അവിടെ കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഊമി അവിടെ വെച്ച് കാണും. പക്ഷേ ഊമി അവനെ മൈൻഡ് ചെയ്യത്തോലുമില്ല. അപ്പോൾ അവൻ വിചാരിച്ചാണ്, അതാ ഒരു ഗെയിം സ്റ്റോറി വെച്ച് തന്നെ ഞങ്ങളുടെ കൂട്ടും ഫ്രണ്ട്ഷിപ്പെല്ലാം അവിടെ കഴിഞ്ഞു, ഇനി എന്താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവൻ്റെ മൊബൈലിലൊരു മെസ്സേജ് വരുന്നത്. ശരിയും പറഞ്ഞാൽ ഊമി ഇവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ തവണ ഊമി എന്ത് ചെയ്യും, നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരും. ഊമി എന്തായാലും ഇവനെ വിടാൻ ഉദ്ദേശമില്ല, ഊമി തന്നെയാണ് എല്ലാ മൂവ്സും എടുക്കുന്നത് തന്നെ. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഊമി നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് തന്നെ ഊമി നമ്മുടെ ചെറുക്കൻ്റെ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തും. അങ്ങനെയൊന്നുമില്ല, കുറേ സ്നാക്സൊക്കെ മേടിക്കും, ഡ്രിങ്ക്സൊക്കെ മേടിക്കും, കോള, പെപ്സി ആ സാധനങ്ങളൊക്കെ മേടിക്കും. ആൻഡ് കുറേ പിസയൊക്കെ കഴിക്കും, ബർഗേഴ്സൊക്കെ കഴിച്ച് ഇവർ കുറേ ചില്ലടിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ചെറുക്കൻ ഗെയിം ഓണാക്കും, പ്ലേ സ്റ്റേഷൻ അങ്ങനെ ഓൺ ചെയ്ത് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി തരും. ആയിട്ട് ഊമി പറയും, നീ ഇപ്പം കണ്ടോടാ, നിന്നെ എല്ലാ ഗെയിമിലും ഞാൻ തോപ്പിക്കും എന്ന് പറയും. പക്ഷേ അടുപ്പിച്ച് 8 നിലയിൽ ഒരു ജയം പോലും ഇല്ലാതെ നമ്മുടെ ഊമി തോറ്റുകൊണ്ടിരിക്കുക. കാരണം കുത്തിയിരുന്ന് വീട്ടിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നവനും പിന്നെ വല്ലപ്പോഴും ഗെയിം കളിക്കുന്ന ഇവളെയും കഴിച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് പറയും. അങ്ങനെ അതിനേശം ഇവരിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിംസൊക്കെ കളിച്ച് തോറ്റും ചിരിച്ചും കളിച്ചും എല്ലാം എൻജോയ് ചെയ്യുമായിരിക്കും. അങ്ങനെ സമയം രാത്രി 8 മണിയായി. യെസ്, 8 മണിയായി. എത്രയോ മണിയായി, അതൊന്നും നിങ്ങളത്ര നോക്കണ്ട ഡീറ്റെയിലിംഗ് ഒന്നും. പക്ഷേ സമയമായി, രാത്രിയായി. അപ്പം നമ്മൾ വേറെ ശരി ഞാൻ ഇനി പോട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ എന്നെ ഓർത്ത് വെറിയിടാവും. അങ്ങനെ നമ്മുടെ ചെറുക്കൻ പറയും, ശരി എന്നാൽ നീ ഇപ്പോൾ ഞാൻ ക്ലീനിങ്ങിലേക്ക് തുടങ്ങാമെന്ന് പറയും. അതിനവൾ പറയും, അത് കുഴപ്പമില്ല, ഞാൻ നിന്നെ കുറച്ചൊക്കെ സഹായിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ പെങ്കൊച്ച് അറിയാതെ, 100% അറിയാതെ അവളൊരു പൊസിഷനിൽ നിന്ന് പോയി ക്ലീൻ ചെയ്യുന്ന ഇടയ്ക്ക് നമ്മുടെ ചെറുക്കനും വെരി ഇന്നസെൻ്റ്ലി അറിയാതെ ഒന്ന് ഗ്ലേസ് എടുത്തു പോയി. ആരായാലും എടുത്തു പോകും, അതേപോലെ ഒരു ഗ്ലേസ് അവനും ഒന്ന് എടുത്തു പോയി. ആൻഡ് അവൾ നോട്ടീസും ചെയ്തു. മായി പറഞ്ഞിട്ട് അവൾ ചോദിക്കും, എടാ നീ എൻ്റെ ശരീരത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഡേ നീ ഒന്ന് നോക്കുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നോക്കിയൂടെ? ഇതൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് നോക്കുന്നത്? അതൊക്കെ വിട്. അത് പിന്നെ നമ്മുടെ മിഹാര പറയും, അല്ല നീ കുറേ ഫാസ്റ്റ് ഫുഡും എല്ലാം കഴിക്കും, പക്ഷേ നീ ഇത്ര സ്ലിം ആയിരിക്കുന്നത് എങ്ങനെ ഞാൻ നോക്കിയതായിരുന്നു എന്ന് പറയും. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ചിന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കുറുമ്പ് തോന്നിയിട്ട് നമ്മുടെ ചെറുക്കനെ എടുത്തിട്ട് കെട്ടിപ്പിടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തെറിയാനും ഒക്കെ തുടങ്ങും. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പം ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അവൾ. അങ്ങനെ ആയിട്ട് അവൾ പറയും, ഓക്കെ അടുത്ത തവണ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്കൊരു ഡേറ്റിന് പോകാം, കറങ്ങാൻ പോകാം എന്ന് പറയും. രണ്ട് മിഹാരം പറയും, ഓക്കെ ഡി എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. ആയിട്ട് അവൾ പറയും, നിന്നെ ഇനി പുറത്തെ ലോകം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയും. അങ്ങനെ അവർ പോവും. പെട്ടെന്ന് നമ്മുടെ ചെറുക്കൻ വീട്ടിനകത്ത് പറയും, ഡേറ്റിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ചാടി ഇറങ്ങിട്ട് പറയും,
ഡേറ്റിന് പോകാനോ എന്ന് വെച്ചാൽ നീ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കും. പെണ്ണ് പറയും ഓ ഓ ഓ നീ ആ ഡേറ്റാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ചെറുക്കൻ പറയും അല്ല, ഞാൻ നോർമൽ ഫ്രണ്ട്സ് പോകുന്ന ഡേറ്റ്. അല്ല നിനക്കറിയാമല്ലോ നമ്മൾ സ്കൂളിൽ പോലും ആർക്കും അറിയത്തില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പം അല്ല ഇങ്ങനെയൊക്കെ ആയെങ്കിലും പ്രശ്നമില്ലേ നിനക്ക് എന്നൊക്കെ പറയും. അത് നമ്മുടെ പെങ്കൊച്ച് പറയും എന്തായാലും നമ്മൾ ഫ്രണ്ട്സായി കണ്ടിന്യൂ ചെയ്യുന്നു, കറങ്ങി നടക്കുന്നു. ഇനിയിപ്പോൾ വരുന്ന വരികയാണ്. പിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞോളാം നമ്മൾ ഡേറ്റ് ചെയ്യുവാന്ന്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതിൽ എന്ന് പറഞ്ഞ് ആ സീൻ അവിടെ തന്നെ കട്ടാവും. പിന്നെ നമ്മളെ കാണിക്കുക നമ്മുടെ സ്കൂളിലെ സീനായിരിക്കും. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ അവളെ ഹാൻഡ് സൈൻസ് കൊണ്ട് കുറേ കാണിക്കാൻ തുടങ്ങി. ഇത് അവളുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കും നീ എന്താടി കാണിക്കുന്നേ? ഒന്നുമില്ലടി എന്ന് പറഞ്ഞ് അവളെ തള്ളി വിടുകയും ചെയ്യും. അങ്ങനെ അതിന് ശേഷം അവിടെ സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചെറുക്കൻ ലഞ്ച് ബ്രേക്കിന് അവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതായിരിക്കും. ആൻഡ് ബൈ ഹെവൻലി ഏതോ ഒരു ചാൻസ് കാരണം നമ്മുടെ ഭൂമിയെ അവിടെ ഒരു ചെറുക്കൻ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ആൻഡ് അപ്പനാണ് നമ്മുടെ അമ്മാനിയുടെ ഒരു ഫ്രണ്ട് വന്നോട്ട് വരുന്നത്. ആൻഡ് നമ്മുടെ ചെറുക്കനെ കാണുമ്പോൾ നമ്മുടെ പെൺകൊച്ച് അമ്മാനി എന്ത് ചെയ്യും, അവളെ പെട്ടെന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ കൂടെ ഉള്ള കൂട്ടുകാരിക്ക് അവളെ കണ്ട് മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഇവൻ ഏതാണെന്നൊക്കെ ചോദിക്കും. അതിന് നമ്മുടെ അമ്മാനി പറയും ഇവൻ മീഹാറ നമ്മുടെ ക്ലാസ്സിലുള്ള, നീക്ക് മറന്നു പോയെന്ന് ചോദിക്കും. ശരിയും പറ അമ്മാനിക്കൊരു ജാടയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ക്ലാസ്സിൽ ആദ്യം അറ്റൻഷൻ പിടിച്ചു പറ്റാത്ത ഒരാളായിട്ട് പോലും നമ്മുടെ ചെറുക്കനെക്കുറിച്ച് എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. നല്ലൊരു കൊച്ചാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, അമ്മയുടെ ഊമിയെ പീക്ക് ചെയ്യാൻ തുടങ്ങും. ചെറുതായിട്ട് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം പ്രപ്പോസ് ചെയ്യണമല്ലോ, ഊമിയുടെ റിപ്ലൈ എന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ആ ചെറുക്കൻ ചോദിക്കും മിസ് ഊമി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ എന്നോട് പുറത്തേക്കൊന്ന് കറങ്ങാൻ വരാമോ എന്ന് ചോദിക്കും. അതിന് നമ്മുടെ ഊമി എന്താ പറയുന്നത് നമ്മുടെ ചെറുക്കനെ കൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങും. കാരണം അവൻ്റെ കൂടെ ഇപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് എൻ്റെ കാര്യമാണ് ഗൈസ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്ന്. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഒരു ആനിമെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ആൻഡ് കുറേ തവണ എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഈ മൈക്കിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല എന്താണ്. എനിവേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കും. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആനിമെ ഇഷ്ടപ്പെട്ടെ നിങ്ങൾ അതിൻ്റെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് കമൻറ്റിനകത്ത് എല്ലാവരും രേഖപ്പെടുത്തുക. കാരണം ഞാൻ എല്ലാ കമൻറ്റും വായിച്ച് എല്ലാത്തിനും റിപ്ലൈയും തരുന്നതാണ്. ആൻഡ് മാക്സിമം ആൾക്കാർ സബ് ചെയ്ത് ബെല്ലൈക്കൻ ഓണിലേക്ക് ഇട്ട് എന്നോട് കയറിക്കോ. ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആനിമെ എന്ന് പറയുന്നത് കൂടുതലും മലയാളത്തിൽ ആരും ചെയ്യാത്തതായിരിക്കും. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മാക്സിമം വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ യുവർ ഫോർഗോട്ടൻ എക്സ്പ്ലെയിനർ ബീസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ ബൈ.